ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. അനൌദ്യോഗികമായ സന്ദർശനമായിരുന്നുവെന്നും രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നും ജാവ്ദേക്കർ വ്യക്തമാക്കി. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ഗുജറാത്തിലെ മുന്നേറ്റത്തിന് തുടക്കമിട്ട അഹമ്മദാബാദിലെ വിജയത്തിന് സമാനമെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ 10:30 ബി.ജെ.പി. കേരള പ്രഭാരി കൂടിയായ മുതിർന്ന നേതാവ് പ്രകാശ് ജാവ്ദേക്കർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാണാനായി കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തിയത്. മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും ഏതാനും മാധ്യമ സ്ഥാപനങ്ങളും നടത്തുന്ന നിരന്തര വേട്ടയാടലിനിടയിലാണ് വെള്ളാപ്പള്ളിക്ക് ഐക്യദാർഢ്യം അറിയിക്കാൻ ജാവ്ദേക്കർ നേരിട്ടെത്തിയത്. സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു എന്നും രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല വന്നതെന്നും പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി. We had always good pleasant talks, family talks also, and therefore nothing political practically. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ഗുജറാത്തിലെ മുന്നേറ്റത്തിന് തുടക്കമിട്ട അഹമ്മദാബാദിലെ വിജയത്തിന് സമാനമാണെന്നും ഇതിൽ പ്രധാനമന്ത്രിയും താനുമടക്കമുള്ളവർ ഈ വിജയത്തിൽ അതിയായി സന്തോഷിക്കുന്നതായും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. What has happened in Thiruvananthapuram is a Ahmedabad movement for Kerala BJP. Why I am saying Ahmedabad movement for Kerala BJP? Because in Gujarat our party was trying very hard for many years but never won corporation. So in 1987 first time we won Ahmedabad municipal corporation when Modi ji also actively conducted the election. So we won the first time corporation, that was the state capital. കേരളത്തിനോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേക താൽപര്യമാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നിയോഗിച്ചതെന്നും മാധ്യമപ്രവർത്തകനെതിരായ തീവ്രവാദ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ജാവ്ദേക്കർ പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, മധ്യമേഖലാ അധ്യക്ഷൻ N. ഹരി, ജില്ലാ പ്രസിഡന്റുമാരായ സന്ദീപ് വചസ്പതി, അഡ്വക്കേറ്റ് PK ബിനോയ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ജനം, ആലപ്പുഴ.